പ്രധാനപ്പെട്ട സുജയ്ക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് അല്ലേ? സുജയ്ക്ക് എല്ലായിടത്തും പ്രതീക്ഷയാണ്. സുജയ്ക്ക് അല്ല, BJP ഇവിടെ അക്കൗണ്ട് തുറക്കുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരം ആണല്ലോ. പക്ഷേ 3, 4 വരെ പ്രവചനങ്ങളുണ്ട്. അപ്പൊ സുജയ കാണുന്ന അടുത്ത 2 മണ്ഡലം ഏതൊക്കെയാണ്? പത്തനംതിട്ട, ആലപ്പുഴ, ആറ്റിങ്ങൽ, പാലക്കാട്, അങ്ങനെ എല്ലാം പറയാം. അങ്ങനെ എല്ലായിടത്തും പ്രതീക്ഷ. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? യൂട്യൂബിൽ നമ്മുടെ പ്രേക്ഷകർ തമ്മിലും പോരാട്ടം നടക്കുകയാണ്. നമ്മളിവിടെ പോരടിക്കുന്നതിനൊപ്പം അവർ നമുക്കൊപ്പം ചേരുകയാണ്. തുർക്കി ജാം വേണോ നികേഷ് സാർ എന്ന് ചോദിക്കുന്നു പ്രജേഷ്. തുർക്കിയിൽ നിന്നുള്ള ഒരു ജനാധിപത്യമൊന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യേണ്ട കാര്യമില്ല. റഷ്യയിൽ നിന്നുള്ള ജനാധിപത്യവും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിന് മാതൃകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ തുർക്കി ജാമോ അല്ലെങ്കിൽ തുർക്കി ജനാധിപത്യമോ ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. അരുൺ സാർ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിലും എഴുന്നേപ്പിച്ച് കൊണ്ടുവരാൻ പറയുന്നു. വരുമോ? ഉടനെ വരും. ആ വഴിക്ക് പോയോ? വരാതിരിക്കില്ല. ഉണ്ണിസാർ കാണുന്നില്ല. ഉണ്ണിസാറിനെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എല്ലാവരും വരുന്നേ. ഓക്കെ, നമ്മുടെ ജനാധിപത്യമായി വിശ്വസിക്കുന്നയാളാണ് നികേഷ് സാർ എന്ന് പ്രേക്ഷകർ പറയുന്നു. കഴിഞ്ഞ തവണ കേരളത്തിൽ 1 സീറ്റല്ലേ LDF കിട്ടിയത്, ഇത്തവണ 4 ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, നമുക്ക് അത്തരം പ്രവചനങ്ങളിലേക്ക് പോകാനുള്ള സമയമല്ല. നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ മണ്ഡലത്തിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ടാവുമെങ്കിൽ തന്നെയും ഇനി ആ തരത്തിലുള്ള പ്രവചനത്തിനൊന്നും ആയുസില്ല സുജിയ. നമുക്ക് നമ്മളതാ ഇപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ, ഇപ്പം എത്ര മണിയായി? 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കൈക്കുമ്പിളിൽ വരികയാണ്. അത് എങ്ങനെയാണ് അത് നമ്മുടെ കൈക്കുമ്പിളിൽ വരിക? ആദ്യ വാർത്തയാണ് നമ്മുടെ കൈക്കുമ്പിളിലേക്ക് വരിക. നമ്മൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാർ കൗണ്ടിങ് സ്റ്റേഷനകത്തുണ്ട്. കൗണ്ടിങ് സ്റ്റേഷനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റ് അവർ എണ്ണുന്ന ആ സമയത്ത് എന്താണോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അതെ, ആ എന്താണോ എണ്ണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് നേരിട്ട് അറിയിക്കാനുള്ള സംവിധാനങ്ങളാണ് റിപ്പോർട്ടർ ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെ കണ്ട ഇലക്ഷനിൽ നിന്നും ഈ ഇലക്ഷന് കുറച്ചും കൂടി ഒരു എനർജി കൂടുതൽ. സ്വാഭാവികമായിട്ടും മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഒട്ടേറെ വോട്ടെണ്ണലിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ ഒരു അവതാരകൻ എന്നുള്ള നിലയിൽ. അവിടെ ഒന്നും ഇല്ലാത്ത സംവിധാനങ്ങൾ നമുക്ക് ഇത്തവണ ഒരുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രേക്ഷകർക്ക് നേരിട്ട് കൗണ്ടിങ് സ്റ്റേഷനിൽ നിന്ന് എണ്ണുമ്പോഴുള്ള ആദ്യത്തെ ഡിജിറ്റ് അത് നേരിട്ട് റിപ്പോർട്ടറിലേക്ക് എത്തുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഡൈനാമിസം മാത്രമല്ല, ആ ഡൈനാമിസത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ഡൈനാമിസത്തിനോടൊപ്പം തന്നെ വാർത്തകൾ ഏറ്റവും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂതന സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം സുജയ നേരത്തെ ചോദിച്ചല്ലോ, മുൻകാലങ്ങളിലുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അതിൽ നിന്നൊക്കെ നമ്മൾ വളരെ 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 മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ വാർത്ത എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ ഈ തവണ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുക. അങ്ങനെയല്ലേ സ്മൃതി നമ്മുടെ പരിപാടി? തീർച്ചയായും. നമുക്ക് വാട്സാപ്പിൽ സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരെ അവരാണ് നമ്മുടെ ഊർജ്ജം ഇങ്ങനെ കൂട്ടുന്നത്. നമ്മുടെ ഒരു എനർജി ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. അപ്പോൾ നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തും സാധ്യം. അപ്പോൾ അരുൺ രഘുകുമാർ ഹായ് പറയുന്നു. ഹായ് അരുൺ രഘുകുമാർ. നികേഷ് അണ്ണന് കുറച്ച് വെള്ളം കൊടുക്കണം. പാവം. വെള്ളമല്ല, ചായ കൊടുക്കും. ചായ എവിടെ? എന്റെ നികേഷ് സാറിനുള്ള ചായ വരട്ടെ. ചായ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ചായ കൊടുത്തിരിക്കുന്നു. ദാ സാറെ കപ്പൊന്ന് കാണിച്ചേക്കൂ. ദാ സാറിന് ചായ എത്തി. സാറിന് ചായ കൊടുത്തു. നികേഷ് അണ്ണന് വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ചായ കൊടുക്കും. അതാണ് നമ്മുടെ നികേഷ് സാറിനോടുള്ള നമ്മുടെ സ്നേഹം. നമുക്കൊന്ന് അടിച്ച് കേറാം.